കൂടുതൽ വാർത്തകളിലേക്ക്. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തപരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ജില്ലാ ജഡ്ജി മാപ്പ് പറയണമെന്ന് സംഗീതജ്ഞൻ പ്രകാശ് ഉള്ളിയേരി. ജഡ്ജിയുടേത് നീചമായ പ്രവൃത്തിയാണെന്നും പ്രകാശ് ഉള്ളിയേരി ന്യൂസ് 18 പറഞ്ഞു. നീന പ്രസാദിന്റെ നൃത്തപരിപാടി തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. കലാകാരന്മാരുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാടും വിവിധ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം പ്രകാശ് ഉള്ളിയേരി ചേരുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഒരു പരിപാടി ഒരു ജില്ലാ ജഡ്ജി തന്നെ ഇടപെട്ടുകൊണ്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീതജ്ഞൻ എന്നുള്ള സ്ഥിതിയിൽ ഇത്ര കാലത്ത് ഏകദേശം എനിക്കൊരു 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. ഫസ്റ്റ് അനുഭവമാണ് ശരിക്കും. ഇത് എന്താ അതിന് പറയുക, ഇത്ര അപലപനീയം എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും അബദ്ധമായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു കലാകാരനായാലും, ഇപ്പം നീന ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ആലോചിക്കുന്നത് ആ നീന പ്രസാദ് അവതരിപ്പിച്ച ഒരു മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിന് എത്ര ലൗഡ് വോയിസ് വരും അത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഞങ്ങളെല്ലാവരും കലാകാരന്മാർ. കാരണം ഡാൻസിന് വായിക്കുന്നവർക്ക് അറിയാം. ഇത് എന്താ പറയുക, ഏതൊരു പ്രോഗ്രാം ആയാലും ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രയും വിവരമില്ലാത്ത അല്ലെങ്കിൽ എന്താ നീചമായ എന്നെല്ലാം വാക്കുകളും ശരിക്കും അദ്ദേഹം ചെയ്തതിനോട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കലാകാരന്മാരെ കൊന്ന പോലൊരു അവസ്ഥ നമുക്ക് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഇതെന്തത്, കലാകാരന്മാർക്ക് ഇവിടെ അവസാനം താലിബാൻ വായിക്കാൻ പാടില്ല. ഏറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പൊതുവേദികളിലൊക്കെ ആവിഷ്കാരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം. അതായത് ഞങ്ങൾ ഇതുവരെ ഒരു 2 വർഷമായിട്ട് പട്ടിണി കിടന്നിട്ട് അത്യാവശ്യം ഇങ്ങനെ മൂവായിട്ട് വന്നുകൊണ്ടിരിക്കുക. കാരണം ബിക്കോസ് ഈ സീസൺ എല്ലാം പോയില്ലേ, അമ്പല പരിപാടികളൊക്കെ ഇപ്പോഴല്ലേ ചാലുവായി വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ ആൾക്കാർ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കലാകാരന്മാരെന്താ ചെയ്യുക? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കലാകാരന്മാർ കലാപകാരികളല്ല, മറിച്ച് കലാപം ഉണ്ടായിടത്തിൽ ശാന്തതയ്ക്ക് വേണ്ടി എത്രയോ കലാകാരന്മാർ പ്രവർത്തിച്ചില്ലേ ഓൾ വേൾഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, പാലക്കാട് തന്നെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാനും നമ്മളിപ്പോഴത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രിയപ്പെട്ട രാജേഷ്, അദ്ദേഹവും ഞാനും കൂടി ഞങ്ങൾ ഇവിടുന്ന് ഒരു പരിപാടി നടത്തി എത്ര കലാകാരന്മാരെ ട്രാവലിംഗ് എക്സ്പെൻസും കൂടെ പോലും വാങ്ങാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് ആ പരിപാടി നടത്തിയിട്ട് 86 ലക്ഷം രൂപ ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കലാകാരന്മാർ മാത്രം, പൊളിറ്റീഷ്യൻസോ മറ്റുള്ള പ്രാസംഗികർ ഇവരൊന്നുമല്ല, കലാകാരന്മാർ. ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഒരു ആപത്ത് വരുമ്പോൾ ഏതൊരു ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഈ കലാ സമൂഹത്തിനെ എന്തിനെങ്ങനെ അവഹേളിക്കുന്നത്? ഇത് എന്ത് ജഡ്ജത്? എനിക്ക് സത്യത്തിനോട് അദ്ദേഹത്തിനോട് പറയാനുള്ള നീചൻ എന്ന് വേണേൽ വിളിക്കാൻ കൂടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇനി അദ്ദേഹം എൻ്റെ പേരിൽ കേസെടുത്താലും കൂടെ അല്ല, നിവൃത്തിയില്ല നമുക്ക് പറയാണ്ടിരിക്കാൻ. നമ്മളൊരു പൗരനല്ലേ, ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരനല്ലേ. ഇത്രയും വലിയ പ്രതിഷേധം കാരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ തരത്തിലുള്ളൊരു ഇടപെടൽ. അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകം തന്നെ തീരേണ്ട ഒരു പ്രോഗ്രാമായിരുന്നു. അതിനിടയിലാണത് നിർത്തിവെക്കണമെന്നോ അല്ലെങ്കിൽ ശബ്ദം ഒട്ടും പാടില്ല എന്ന രീതിയിലൊക്കെ നിലപാട്. താങ്കളൊക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ച ആളുകളാണ്, ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ച ആളുകളാണ്. താങ്കളുടെ ഇത്രയൊരു കലാജീവിതത്തിനിടയിൽ ഇങ്ങനൊരു അനുഭവം സ്വയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാർക്കെങ്കിലും ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ടോ? എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ദുരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ വോളിയം മേ ബി ഒരു സൗണ്ട് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് ചിലപ്പം ലൗഡായി കഴിഞ്ഞാൽ ജസ്റ്റ് വോളിയം കുറയ്ക്കുന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ആലോചിക്കട്ടെ, ആ പ്രോഗ്രാം ചെയ്യുന്ന ആ നീന പ്രസാദ് എത്ര മ്യൂസീഷ്യൻസ് എത്ര കാലം പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നൊരു സാധനമാണിത്. എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും ഇതിങ്ങനെ പാടെ അല്ലെ അറ്റ്ലീസ്റ്റ് പോയിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കുറച്ച് കൂടുതലുണ്ട്, ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുമല്ലോ. ജസ്റ്റ് ഒരു മോണിറ്റർ ഇട്ടാൽ അവർക്ക് ആ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാനെങ്കിലും ജില്ലാ ജഡ്ജി തയ്യാറാകണം എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം കലാകാരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നും ഇതിൽ വലിയൊരു പ്രതിഷേധം ഉയരുക തന്നെയാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18.